Hey everyone, welcome back to Ash Unfiltered. So എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഇത്ര ദിവസം വ്ളോഗൊന്നും ഉണ്ടായില്ല, കാരണം ഒന്നും കാര്യമായിട്ട് നോട്ടബിളായിട്ടൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ഇന്ന് എൻ്റെയും ചേട്ടൻ്റെയും മീൻസ് മൈ ഹസ്ബൻഡിൻ്റെ രണ്ടുപേരുടെയും കോമൺ ഫ്രണ്ട്സായ രണ്ടുപേരുടെ മനസ്സമ്മതമാണ്. സോ ഈ തോട്ട് പോകുന്ന വഴിക്കുള്ള സ്നിപ്പെറ്റ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് വ്ളോഗ് ഇടാമെന്ന്. സോ ഞാൻ ഇവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പണികളൊക്കെ ഏകദേശമായി. അമ്മയും ഞാനും മുത്തശ്ശിയും കൂടെയാണ്. ഞാൻ സഹായിയായിട്ട് നിൽക്കും, മെയിൻ പണികളൊക്കെ അവർ തന്നെയാണ്. സോ അപ്പോൾ പോകുന്ന വഴിക്കുള്ളതും വീട്ടിലെ കുറച്ച് വിശേഷമൊക്കെ ഞാൻ കാണിച്ചു തരാം. രാവിലെ എണീറ്റ് അച്ഛൻ്റെ ഒരു മോർണിംഗ് വാക്ക് നടത്തുവാണ്. സോ ഞാൻ റെഡി ആവാൻ വന്നിരിക്കുകയാണ്. ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞു. ഇനി മുഖത്ത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പോകുന്നില്ല. എനിക്ക് സ്കിൻ കെയർ മാത്രമേ ഉള്ളൂ. പിന്നെ ലിപ്സ്റ്റിക്, ഐലൈനർ, ഇത് രണ്ടും മാത്രമേ ഞാൻ ഇടാറുള്ളൂ. സോ കാണിക്കാൻ മാത്രം വലിയ ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നുമില്ല. അപ്പം റെഡി ആയിട്ട് കാണാം. അങ്ങനെ ഞാൻ റെഡി ആയിട്ട് താഴെ എത്തി. അപ്പം കഴിക്കുന്നതിൻ്റെ ഇടയിൽ മുത്തശ്ശി ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതിങ്ങനെ സംസാരിക്കുമായിരുന്നു ഞങ്ങൾ. ഏട്ടൻ്റെ നേരത്തെ റെഡി ആയിട്ട് താഴെ വന്നിരിക്കുകയാണ്, എനിക്ക് വെയിറ്റ് ചെയ്ത്. അപ്പം ഞങ്ങൾ ഇറങ്ങി വീട്ടിലെല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. അമ്മ രാവിലെ തൊട്ട് മേലെയും ഒക്കെ അടിച്ചു വാരി തുടയ്ക്കണ തിരക്കിലായിരുന്നു. ഞങ്ങൾ പോവുകയാണ് ഇപ്പോൾ മനസ്സമ്മതത്തിന്. ഏട്ടൻ ഇവിടെ ഡ്രൈവ് ചെയ്യുന്നു, ഞാനിവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ പെരുമ്പാവൂരാണ് പരിപാടി. ആൻഡ് ഒരു 11:30 ഒക്കെ ആകുമ്പോഴേക്കും എത്തുമെന്ന് വിചാരിക്കും. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു നേരത്തെ, പക്ഷെ കുഴപ്പമില്ല. സമയത്ത് പറഞ്ഞോണ്ടിരിക്കുമ്പോ മഴ കൂടി, അപ്പൊ വലിയ കുഴപ്പമില്ല. പക്ഷെ സമയത്ത് എത്താൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനെന്റെ മുടി അഴിച്ചിട്ടുണ്ട്. മറ്റേത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് മുടി അഴിച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ചെറുതായിട്ട് വിശപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ വിശക്കും. കാറിൽ കഴിയുമ്പോൾ അത് പണ്ട് തൊട്ട് എനിക്ക് അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഒരു ബേക്കറി കണ്ടപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. അങ്ങനെ ഞാൻ ആ ബേക്കറി കയറി ഒരു നാരങ്ങ വെള്ളത്തിന് പറഞ്ഞു. നല്ല ഉപ്പ് മാത്രം ഇട്ട് ഒരു സോഡ ലൈമ പറഞ്ഞു. അത് കുടിച്ചപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായി. തൊട്ടപ്പുറത്തെ കടയിൽ നിന്ന് കുറച്ച് ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല വിശപ്പിന് ഇപ്പൊ മനസ്സിലായില്ലേ. നാരങ്ങ വെള്ളം കുടിച്ചു ആൻഡ് ഉണ്ണിയപ്പം കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അതെ, കരിങ്കുന്നം 6 അതാണ് കേട്ട് കഴിഞ്ഞത് നമുക്ക് കരിങ്കുന്നത്തെ പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തി. ഇനി ഇവിടുന്ന് എത്ര ദൂരം? അങ്ങനെയാണ്. 1 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു 11:30 ആകുമ്പോഴേക്കും നമ്മള് എത്തുമായിരിക്കും. പെരുമ്പാവൂരില് കൂപ്പമ്പടി തോന്നുന്നു സ്ഥലം. നോക്കണം. നമ്മുടെ ഇൻവിറ്റേഷൻ ഉണ്ട്. ഏകദേശം പെരുമ്പാവൂർ എത്തിയതിനു ശേഷം നോക്കിയാൽ മതിയല്ലോ എവിടെയാണുള്ളത്. എന്തായാലും ഞാനല്ല വണ്ടി ഓടിക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി ഓടിക്കുന്ന ആളാണ് അതറിയേണ്ടത്. എവിടെയാണ് പെരുമ്പാവൂർ? എവിടെയാ? ഏത് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ അവിടെ എത്തിയിട്ട് കാണാം. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വീഡിയോയിൽ വരാം. ഇത് കണ്ടോ ഗൈസ്, ഇതിന്റെ AC വെന്റിൽ നിന്ന് പുക വരുന്നുണ്ട്. എന്താന്ന് ചോദിക്കുമ്പോ പക്ഷെ പറയണില്ല. ഇത് പൊട്ടിത്തെറിക്കുന്നൊക്കെയാ പറയണേ. അത് കള്ളമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് അറിയെങ്കിൽ കമന്റ് ചെയ്യണം ഗൈസ്. ഇപ്പൊ നമ്മൾ ലൊക്കേഷന്റെ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. പള്ളിയുടെ ഹോളാണ്, പാരിഷ് ഹോളിലാണ് പരിപാടി. പക്ഷെ പള്ളിയും പാരിഷ് ഹോളിലും തമ്മിൽ ദൂരമുണ്ട്. രണ്ടിന്റെയും പേര് ലൊക്കേഷനിൽ ഇടുമ്പോ പല ദൂരമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഒരു ഉറപ്പില്ല. നമ്മൾ എത്തുമായിരിക്കും. ഞാൻ ലൊക്കേഷനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ബൈ. അപ്പൊ നമ്മളിവിടെ എത്തി.
അവർ പള്ളിയിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരിക്കുന്ന നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ വെൽക്കം ഡ്രിങ്കും നഗറ്റ്സ്, സമൂസ അങ്ങനത്തെ ചെറിയ കുറച്ച് ഐറ്റംസ് കഴിച്ചിട്ട് ഇപ്പം ഇവിടെ ചുമ്മാ പുറത്ത് നിൽക്കുവാണ്. ഇനി അപ്പുറത്ത് അവരെത്തുമ്പോഴേക്കും നമുക്ക് മുകളിലേക്ക് കയറി പോവാം. ഇതായിരുന്നു വെൽക്കം ഡ്രിങ്കിൻ്റെ സെക്ഷൻ. കുറേ വെറൈറ്റീസ് ഓഫ് ജ്യൂസ് ഉണ്ട്. അതിൽ തന്നെ നമുക്കിഷ്ടപ്പെടുന്നതും നമുക്ക് ഏതാ ഫ്ലേവർ എന്ന് അറിയുക പോലും ചെയ്യാത്ത പല ഫ്ലേവേഴ്സും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ദേ മെല്ലെ കയറി പോവുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റാർസ് ഓഫ് ദ ഡേ, ജിതിൻ ആൻഡ് എൽസ, ഞങ്ങളുടെ ജിതൂട്ടനും എൽസമ്മയും. അപ്പോൾ അവരുടെ പരിപാടിയിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ കുറേ നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ നടപ്പായിരുന്നു. മനസ്സമ്മതമായതുകൊണ്ട് തന്നെ അത്രയും ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അപ്പം നമ്മുടെ പരിചയക്കാരും വളരെ കുറവായിരുന്നു. ഞങ്ങൾ പക്ഷേ അവിടെയുള്ള സലാഡ് കൗണ്ടറും ഫുഡ് കൗണ്ടറും എല്ലാം ഒന്ന് അരിച്ച് പെറുക്കി ഇങ്ങനെ നടന്നു. ഞങ്ങളോട് 11:30 കൃത്യം വരണം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയതാണ് കല്യാണ ചെറുക്കനും പെണ്ണും കൂടെ. പക്ഷെ ഇത്ര നേരമായിട്ട് 12:15 കഴിഞ്ഞിട്ട് ഇവര് രണ്ടാളും ഇവിടെ എത്തിയിട്ടില്ല. പള്ളിയിലെ പരിപാടി കഴിഞ്ഞു കാണില്ല. പക്ഷെ ആംബിയൻസ് എല്ലാം കൊള്ളാം, ഫുഡും ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ബോറടി ഇല്ല. ഫൈനലി ഒരു 12:30 ആയപ്പോൾ ബ്രൈഡും ഗ്രൂമും എത്തി. അവരെ അനൗൺസ് ചെയ്ത് സ്റ്റേജിൽ കയറ്റുമായിരുന്നു. പൂത്തിരിയും മാലപ്പടക്കവും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ബ്യൂട്ടിഫുൾ ആംബിയൻസ് ആൻഡ് ഡെക്കോറൊക്കെ ആയിരുന്നു കേട്ടോ കാണാൻ തന്നെ. അവരുടെ ഡ്രസ്സാണേലും അതെ മാച്ചിങ് ആയിരുന്നു. കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു രണ്ടുപേരും. ഇതാണ് അവരുടെ ഒരു കംപ്ലീറ്റ് ഫാമിലി പിക്ചർ. രണ്ടുപേരുടെയും സിബ്ലിങ്സും പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി പ്രാർത്ഥനയും പിന്നെ കുറേ പ്രയർ സോങ്സൊക്കെ അവിടുത്തെ അച്ഛന്മാരൊക്കെ പാടി അങ്ങനെ ആ പരിപാടി അങ്ങനെ നീണ്ടുപോയി. അപ്പം നമ്മളിതെല്ലാം കണ്ടുകൊണ്ടൊരു സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഫുഡ് സെക്ഷനിലേക്ക് ഇനി പോകണം. ഇതായിരുന്നു ഞാൻ കഴിച്ചത്. ബിരിയാണി, അപ്പം, സാലഡ്, ചിക്കൻ, ഡക്ക്, പിന്നെ ഇടയിൽ നാനുണ്ട്. പിന്നെ ഏട്ടനും എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. കൂടാതെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ ഈ സാലഡ് സെക്ഷൻ ആയിരുന്നു എനിക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ മറ്റേ മീൽസൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു പ്ലേറ്റ് കഴിച്ചുള്ളൂ. ബാക്കി ഇതാണ് പിന്നെ കഴിച്ചത്. രണ്ടുപേരുടെയും റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന് കുറേ പേരുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് കൂടെ നിന്ന് ഫോട്ടോ എടുത്തത്. അപ്പോൾ ഫോട്ടോ എടുത്ത് പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പരിപാടി കഴിഞ്ഞതേ ഇറങ്ങി. നല്ല പരിപാടിയായിരുന്നു. എൽസിയും ചെയ്തൂട്ടനും ഹാപ്പി ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോട്ടെ. നിങ്ങൾക്ക് രണ്ടുപേരും ഒരു എത്ര കൊല്ലമായിട്ടാണ് 2021 തൊട്ട് അറിയാം. രണ്ടുപേരെ അറിയാം. 20ലാണ് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. 21 തൊട്ടാണ് എനിക്ക് വരെ പരിചയം. അപ്പൊ ഇവര് രണ്ടുപേരുടെയും ലവ് സ്റ്റോറി നമ്മള് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. സോ വി ആർ റിയലി ഹാപ്പി ഫോർ ദം. അവരത് കല്യാണം വരെ സക്സസ്ഫുള്ളി എത്തിച്ചു എന്നുള്ളതില് ഞങ്ങളും വളരെ സന്തുഷ്ടരാണ്. ജിതൂട്ടൻ ആൻഡ് എൽസ ഇത് കാണുകയാണെങ്കിൽ we are really happy for you both and congratulations for your marriage journey. എന്തെങ്കിലും പറയാനുണ്ടോ ജിതൂട്ടനെ എൽസയെ പറ്റി? ജിതൂട്ടനെ ആദ്യം കാണുന്നത് എമ്മഡിനെ ജോയിൻ ചെയ്യുമ്പോൾ എമ്മഡിനെ ലേറ്റ് ആയിട്ടാണ് പുള്ളി വന്ന് ജോയിൻ ചെയ്തത്. എന്റെ റൂംമേറ്റ് ആയിരുന്നു. അതായത് പിന്നെ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഈ 2 കൊല്ലവും ഒരേ റൂമിലായിരുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നു. പക്ഷെ ജിതൂട്ടന്റെ പ്രേമമായി കഴിഞ്ഞാൽ പിന്നെ നൈസായിട്ട് അവരെന്നെ ഒഴിവാക്കി. പക്ഷെ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ എത്തിയിട്ട് ആദ്യമായിട്ട് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്ത് ഇവർ എമ്മഡുകാരായിരുന്നു, പക്ഷെ ഞാൻ ബയോസയൻസ് ആയിരുന്നു. അപ്പൊ എനിക്ക് എന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ പുറത്തൊരു ഫ്രണ്ടിനെ ആദ്യമായിട്ട് കിട്ടുന്നത് ജിതൂട്ടനെയാണ്. ജിതൂട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്, ജിതിന്ന പേര്. അപ്പൊ ജിതൂട്ടൻ അന്ന് തൊട്ട് എങ്ങനെയാണോ എന്റെ അടുത്ത് നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. എന്നെ ഭയങ്കര കാര്യമാണ്. എനിക്ക് തിരിച്ചും അതുപോലെ തന്നെയാണ്. എൽസ ആണേലും അതെ, നല്ല കമ്പനിയാണ് നമ്മളോട്. രണ്ടുപേരും പാവങ്ങളാണ്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് അമ്മമ്മയുടെ വീട്ടിലേക്കാണ്. അതിപ്പോ പരിപാടി പെരുമ്പാവൂരായിരുന്നു. അപ്പോ അമ്മമ്മയുടെ വീട് മൂവാറ്റുപുഴയാണ്, തൃക്കളത്തൂർ എന്ന് പറയും. അപ്പൊ അവിടെ അമ്മാവനും പിള്ളേരും അമ്മായിയൊക്കെ ഉണ്ട്. അപ്പൊ അവരെ ഒന്ന് കാണാം, ഞങ്ങൾക്ക് ഒരു ചെറിയ റെസ്റ്റ് എടുക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോ ഇനി അവിടെ ചെന്നിട്ട് പിള്ളേരെ എല്ലാരെയും കാണിച്ചു തരാം. ദേ അമ്മമ്മയുടെ വീടെത്തി. ദേ ആ റെഡ് മതില് കാണുന്നതാണ് വീട്. നമുക്ക് നോക്കാട്ടോ, ആരെങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഇല്ല തോന്നുന്നു.
എപ്പോഴും കേറി വരുമ്പോ അമ്മമ്മയും അച്ചായും ഇങ്ങനെ ഇവിടെ നിക്കുന്നുണ്ടാവും. അതെ, അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. ഇതാണ് നമ്മുടെ അനിയൻകുട്ടൻ, കിച്ചൺ എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോൾ അവൻ നമ്മൾ വന്നപ്പോൾ യൂട്യൂബിൽ ഇടാനാണോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ കളിയാക്കി കൊണ്ട് നിൽക്കുമായിരുന്നു. അമ്മമ്മയ്ക്ക് എന്താ കാര്യം എന്ന് പോലും മനസ്സിലായിട്ടില്ല. അച്ചായി പിന്നെ ഇത് എന്താന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ ദേ അമ്മാവനും ഞങ്ങളെല്ലാവരും അമ്മായി ഉണ്ട്, എല്ലാവരും കൂടെ ഇങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മായി ഒരു നല്ല മാംഗോ ജ്യൂസും കടല എയർ ഫ്രൈ ചെയ്തതും ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ കിച്ചൺ ഇവിടെ എയർ ഫ്രയറിൽ പോപ്കോൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, ടെമ്പറേച്ചർ എല്ലാം അവനെ അറിയാന്ന് തോന്നുന്നു. എത്രക്കാടാ വെച്ചിരിക്കുന്നത്? 200 ഡിഗ്രി 10 മിനിറ്റിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ റിസൾട്ട് എന്താവും നമുക്ക് നോക്കാം. ഹായ് പറയൂ കിച്ച. ഹായ്. കുറച്ച് ഷൈയാണ്. ഇതെന്റെ അമ്മ മാമ്പഴം കുറുക്കിയിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമാണ്. ഇത് നമുക്ക് ഒരു ലൈഫ് ടൈം ഷെൽഫ് ലൈഫ് ഉള്ള സാധനമാണ്. ഇതാണ് അമ്മയുടെ സ്പെഷ്യൽ മാങ്ങ കുറുക്കിയെടുത്ത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജ്യൂസായിട്ട് എടുത്ത് അടിച്ച് കൊടുക്കാം. അമ്മായിക്ക് കുറേ ഇതുപോലത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഓരോന്നായിട്ട് ഇനി കാണിച്ചു തരാം. അങ്ങനെ ദേ പോപ്കോൺ ഒക്കെ റെഡി ആക്കിയിട്ട് കൊണ്ടുവന്നു. നമുക്ക് ഇന്ന് ഇവിടെ ഒരാൾ മിസ്സിംഗ് ആണ് കേട്ടോ, കുഞ്ഞാറ്റ. ആൾ എക്സാമൊക്കെ ആയിട്ട് ഹോസ്റ്റലിലാണ്. അങ്ങനെ ഒരു വൈകുന്നേരം 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ കുറച്ച് സ്ഥലത്തൂടെ പോകാനുണ്ട്, അപ്പോൾ അവിടേക്കും കൂടെ ഒന്ന് പോയി. എവ്രിവൺ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീടെത്തി. നൈറ്റായി, കാരണം ഞങ്ങൾ എറണാകുളത്ത് കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ കുറച്ച് വീടൊക്കെ അവിടെയാണ്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഒന്ന് കയറി ഫുൾ ടയേർഡായിട്ടാണ് വന്നത്. ഇപ്പം എത്തിയതേ ഉള്ളൂ. ഡ്രസ്സൊക്കെ മാറി ഫ്രഷായി ഇനി ഒന്ന് കിടന്നാൽ മതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇഫ് യു ലൈക്ക് ദ വീഡിയോ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.